ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പല ആളുകളും ഇപ്പോൾ ബിസിനസ് റിസീറ്റ്സ് ആവട്ടെ, ഒരാളൊരു കോൺട്രാക്റ്റ് വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ മറ്റ് പല ബിസിനസ്സുകളോ, അല്ലെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് കമ്മീഷൻ ഇങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെ പലപ്പോഴും ഒരു ടിഡിഎസ് പിടിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നു, റീഫണ്ട് കിട്ടുന്നു. ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ചില കേസുകളിൽ, അതായത് ഒരാൾ സാലറീഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്രയാണ് ടിഡിഎസ് എന്ന് എംപ്ലോയർക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എംപ്ലോയർ അത് അദ്ദേഹത്തിൻ്റെ സാലറി, അതായത് അദ്ദേഹത്തിൻ്റെ വരുമാനം കൺസിഡർ ചെയ്തുകൊണ്ട് ടിഡിഎസ് പിടിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അതിലൊരു റീഫണ്ട് വരാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഇനി റീഫണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരു വലിയൊരു എമൗണ്ട്, ഒരു ഭീമമായിട്ടുള്ളൊരു എമൗണ്ട് ഒന്നും റീഫണ്ടിലേക്ക് പോകാനായിട്ട് സാധ്യതയൊന്നുമില്ല. പക്ഷേ സാലറീഡ് ആയിട്ടുള്ള ആളുകൾ ഇതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് വലിയ വലിയ തുകകൾ റീഫണ്ട് വാങ്ങിക്കുന്ന ചില സ്ഥിതിവിശേഷമുണ്ട്. ഇത് ഒരു അപകടകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ 1, 2 ഇൻസ്റ്റാൻസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. മാത്രമല്ല ഈ ഒരു റീസൺ ഉള്ളതുകൊണ്ട് തന്നെ, അതായത് ഈ ഓൾഡ് ടാക്സ് റെജീമിൽ ഒരുപാട് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്ത് ഇങ്ങനെ റീഫണ്ട് ക്ലെയിം ചെയ്യുന്നത് ശരിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബർഡനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഓരോ ഡിഡക്ഷൻസും ശരിയാണോ എന്നൊക്കെ നോക്കാനായിട്ട്, അത് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഒരുപാട് എഫർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെയാണ്, അതായത് എപ്പോഴും ഈ ന്യൂ ടാക്സ് റെജീം ഉണ്ടല്ലോ, അത് വളരെ ഈസി ആയിട്ട് വെക്കുന്നതും ആളുകളിലൊക്കെ ഈ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ടെംപ്റ്റേറ്റ് ചെയ്യിപ്പിക്കുന്നതും ഓൾഡ് ടാക്സ് റെജീം അത്രയും ഒന്നും അട്രാക്റ്റീവ് ആവാതെ ഇരിക്കുന്നതിനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. അതായത് ഇതുപോലെയുള്ള റോങ് ക്ലെയിംസ് എടുക്കണ്ട എന്നുള്ളൊരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഡിസിഷൻ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ ഇൻകം ടാക്സിൽ നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഡിഡക്ഷൻസ് എടുക്കുമ്പോഴും അതിൽ അത്ര വലിയ ഡീറ്റെയിൽസുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുമ്പ് ജസ്റ്റ് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ അത് ഏത് ബാങ്കാണ്, എന്നാണ് സാങ്ഷൻ ഡേറ്റ്, എത്ര എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ഇങ്ങനെയുള്ള ലോൺ അക്കൗണ്ട് നമ്പർ, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത 2 ഇൻസ്റ്റാൻസസ്, 2 സംഭവങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം. അതായത് ഇനി മുതൽ ഇതുപോലെയുള്ള ഒരു ഹെവി റീഫണ്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ട്രാപ്പിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കക്ഷി നമ്മളെ കണക്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റിലേറ്റീവാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ കണക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ചോദിച്ചത്, അദ്ദേഹത്തിന് വലിയൊരു ടാക്സ് ലയബിലിറ്റിയുടെ നോട്ടീസ് വന്നിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 12 ലക്ഷം രൂപയുടെ അടുത്ത് അദ്ദേഹത്തിന് ടാക്സ് അടയ്ക്കണം എന്നുള്ളൊരു ഇൻ പ്രിൻസിപ്പിൾ ഒരു ധാരണയിൽ എത്തി അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുൻപാണ് നമ്മളെ ഒന്ന് കണക്ട് ചെയ്തത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം കൊച്ചിയിലാണ്, ഇദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിന് 2022, 23 തൊട്ട് തന്നെ ഇദ്ദേഹം ഒരു ടാക്സ് എക്സ്പെർട്ട്, അല്ലെങ്കിൽ ടാക്സ് പ്രോ എന്നൊക്കെ നമുക്ക് പറയാം. ഈ ഒരു എക്സ്പെർട്ട് വഴിയാണ് ഇദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത്, 1.5-2 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ടിഡിഎസ് പിടിച്ചിട്ടുണ്ട് സാലറിയിൽ നിന്ന്. അപ്പോൾ ഈ എക്സ്പെർട്ട് ഫയൽ ചെയ്യുമ്പോൾ ഇല്ലാത്ത ഒരുപാട് ഡിഡക്ഷൻസ് എടുത്ത് എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ സാലറി, അതായത് ഇദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ഇൻകം ബിലോ ടാക്സിന് താഴെ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ടിപ്പ് പിടിച്ചിട്ടുള്ള കംപ്ലീറ്റ് എമൗണ്ട് ടിഡിഎസ്, അതായത് ഫോർ എക്സാമ്പിൾ 2 ലക്ഷം രൂപയാണ് ടിഡിഎസ് എന്നുണ്ടെങ്കിൽ ഈ 2 ലക്ഷം രൂപ എന്തായിട്ടായി വരുന്നു, റീഫണ്ടായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ലാസ്റ്റ് 3 ഇയേഴ്സായിട്ട് ഇദ്ദേഹം ഈ ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് റിട്ടേൺ ഫയൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 വർഷം ഏകദേശം, എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു 6 ലക്ഷം രൂപയുടെ അടുത്ത് അദ്ദേഹത്തിന് റീഫണ്ട് കിട്ടിയിട്ടുണ്ട് ഈ 2-3 വർഷങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പല ആളുകളും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ഒരു 2-3 മാസം മുമ്പ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതുപോലെയുള്ള ടാക്സ് എക്സ്പെർട്ടുകളുടെ അടുത്ത് ഓഫീസുകളിലൊക്കെ റെയ്ഡ് ചെയ്ത് ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വാർത്തയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ വൺ ഓഫ് ദ എക്സ്പെർട്ടിൻ്റെ അടുത്താണ്, അങ്ങനെയുള്ളൊരു വൺ ഓഫ് ദ എക്സ്പെർട്ടിൻ്റെ അടുത്താണ് ഇദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു സ്ക്രൂട്ടിനി പോലെ വന്നു, അതായത് ഇദ്ദേഹത്തിന് വിളിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളത്തിൽ നിന്ന് വിളിച്ചിട്ട്, എറണാകുളം ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എറണാകുളം ഓഫീസിലേക്ക് ചെല്ലാൻ പറയുന്നു. അങ്ങനെ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ ചോദിക്കുകയാണ് അദ്ദേഹം. അതായത് 2022-23 ഇദ്ദേഹത്തിൻ്റെ ഫോം 16 ഒരു പർട്ടിക്കുലർ ഫിഗറുകളാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ ഫോം 16 ഇല്ലാത്ത ഒരുപാട് ഡിഡക്ഷൻസ് ആണ് എടുത്തേക്കുന്നത്. അതായത് 80DD അല്ലെങ്കിൽ 80DDB ഇങ്ങനെയൊക്കെയുള്ള, അതായത് ഫാമിലി മെമ്പേഴ്സിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്,
അപ്പോൾ ഇവർ ചോദിക്കുന്നത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഇദ്ദേഹം പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് റോങ് ക്ലെയിമാണ്. അങ്ങനെ ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യേണ്ടി വന്നു? ഇത് ഒരു റിവൈസ്ഡ്, അതായത് ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്തു? ഡിപ്പാർട്ട്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇതുപോലെയുള്ള 3 വർഷങ്ങളിലും അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കറിയാം തിരിച്ച് കിട്ടിയേക്കണത് ഇതുപോലെ റോങ് ക്ലെയിം കൊടുത്തിട്ട് തിരിച്ച് കിട്ടിയേക്കണ റീഫണ്ട് എന്ന് പറയുന്നത് ഏകദേശം 6 ലക്ഷം രൂപയുടെ അടുത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഈ പൈസ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കണം എന്ന് മാത്രമല്ല 22, 23 അങ്ങനെ ലാസ്റ്റ് 2-3 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം പെനാൽറ്റിയും ഇൻട്രസ്റ്റും ഒക്കെ കൂടി അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 6 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് റീഫണ്ട് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 15 ലക്ഷം രൂപയുടെ അടുത്തായിട്ട് ഇപ്പോൾ തിരിച്ച് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ച് അടയ്ക്കുന്നതിന് മുൻപാണ് എന്നെ ഒന്ന് കണക്ട് ചെയ്തത്. അതായത് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അതിൽ പ്രത്യേകിച്ച് യാതൊരു എന്താ പോംവഴിയും ഇല്ല. അതായത് നമ്മൾ റോങ് ക്ലെയിം എടുത്തിട്ട് തന്നെയാണ്, നിങ്ങൾ റോങ് ക്ലെയിം എടുത്തിട്ടാണ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇത് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് എമൗണ്ട് അതായത് നമ്മൾ തിരിച്ച് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള റോങ് ക്ലെയിം എടുത്തിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പണി കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു എക്സാമ്പിൾ പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും ഈ മിലിറ്ററി, അതായത് ഇപ്പോൾ ജവാന്മാരുടെ, അതായത് മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ റിട്ടേണിൻ്റെ ഇത് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ഇതിനു വേണ്ടി സ്പെഷ്യൽ വീഡിയോസൊക്കെ ഉണ്ട്, മിലിറ്ററി റിട്ടേൺ വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പല എനിക്ക് തോന്നുന്നു മിലിറ്ററി സെഗ്മെൻറ്റിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോൾജേഴ്സിൻ്റെ ഇടയിൽ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ റീഫണ്ട് വാങ്ങിക്കുന്ന, അതായത് ഇവരുടെ TDS റീഫണ്ട് വാങ്ങിക്കുന്ന ഒരു പ്രവണത ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കക്ഷി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഒരു 1 ലാഖിൻ്റെ അടുത്തായിരുന്നു TDS പിടിച്ചിരുന്നത്. അതൊരു ഓൾഡ് റെജീമാണ് ഇദ്ദേഹം ഒപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 1 ലാഖിൻ്റെ അടുത്ത് TDS പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ട്രേറ്റ് അവേ ന്യൂ റെജീം കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 50,000 റുപ്പീസിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിന് റീഫണ്ടാണ്. അതായത് സ്ട്രേറ്റ് അവേ നമ്മൾ ന്യൂ റെജീം അപ്ലൈ ചെയ്താൽ തന്നെ റീഫണ്ടാണ് 50,000ൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തു, 50,000ൻ്റെ അടുത്ത് റീഫണ്ടാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം വീണ്ടും ഒന്ന് കണക്ട് ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കംപ്ലീറ്റ് എമൗണ്ട്, അതായത് ഏകദേശം ഒരു 1 ലാഖിൻ്റെ അടുത്ത് എല്ലാവർക്കും TDS പിടിച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് എമൗണ്ട് റീഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സർവീസിനെ കുറച്ച് മോശമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാണ്ടാണ്, കാര്യങ്ങൾ അറിയാതെയാണ്, നിങ്ങളിത് കംപ്ലീറ്റ് റീഫണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇല്ലാത്ത ഡിഡക്ഷൻസ് കൊടുത്തുകൊണ്ട് റീഫണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുന്നില്ല. മാത്രമല്ല അതിൻ്റെ ഒരു ഭവിഷ്യത്തിനെ കുറിച്ചും പറഞ്ഞു. അതായത് ഇതുപോലെയുള്ള എക്സ്പീരിയൻസുകൾ മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെയൊക്കെയാണ് അത് കടന്നു പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് റീഫണ്ട് വാങ്ങിച്ചാൽ പോലും ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ ഈ 1 ലക്ഷത്തിന് പകരം 2-3 ലക്ഷം രൂപ ചിലപ്പോൾ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. കാരണം അത്രയും വളരെ ഇൻ്റലിജൻ്റ്ലി ആണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലെയുള്ള ഓൾഡ് ടാക്സ് റെജീമിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിഡക്ഷൻസ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഫോം 16 ആകുമ്പോൾ ഫോം 16ൽ ഓൾറെഡി ഒരു ഡാറ്റ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ഉള്ളത് എന്നറിയാം. അപ്പോൾ അതിന് ഭയങ്കര വേരിയൻസ് ആയിട്ട് അത്രയും മാറ്റത്തോട് കൂടിയിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, നിങ്ങളൊരു ക്ലെയിം എടുക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് മിക്കവാറും അവിടെ നമ്മൾ നമ്മളുടെ യൂട്ടിലിറ്റിയിൽ തന്നെ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ തന്നെ ചോദിക്കും, ദിസ് ക്ലെയിം ഈസ് കറക്റ്റ് എന്നൊക്കെ ചോദ്യം വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഡാറ്റ അറിയാം, നിങ്ങൾ വേറൊരു വഴിയിലൂടെ ഒരുപാട് ഡിഡക്ഷൻസ് എടുക്കുമ്പോൾ ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല നിങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ നേരത്തെ, ഇൻകം ടാക്സ് റിട്ടേൺ പ്രോസസ്സ് ചെയ്യാൻ നേരത്ത് വീണ്ടും ഒരു റീഫണ്ടിലാണ്, വലിയൊരു റീഫണ്ടാണെന്നുണ്ടെങ്കിൽ റീകൺഫേം യുവർ റിട്ടേൺ, നിങ്ങളൊന്ന് റീകൺഫേം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പല തരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് നിങ്ങളെ വാൺ ചെയ്യുന്നുണ്ട് എന്നർത്ഥം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ യെസ് ആണ്, നമുക്കിതൊക്കെ ക്ലെയിമുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഞാനത് അദ്ദേഹത്തിന് അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരേണ്ട മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്രത്യേകിച്ച് സാലറിഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് റോങ് ഡിഡക്ഷൻസ് എടുത്ത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റീഫണ്ട് വളരെ താൽക്കാലികം മാത്രം ആണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ അതിൻ്റെ 2 ഇരട്ടിയോളം രൂപ ചിലപ്പോൾ നിങ്ങൾ 2-3 വർഷം കഴിയുമ്പോൾ തിരിച്ച് അടയ്ക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള റോങ് ക്ലെയിമുകൾ എടുക്കാതിരിക്കുക. വളരെ സുതാര്യമായിട്ടുള്ള എന്താണോ കറക്റ്റായിട്ടുള്ളത് അങ്ങനെയുള്ള ഡിഡക്ഷൻസ് മാത്രം എടുത്തുകൊണ്ട്, നിങ്ങൾ ഫോം 16ൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ മാത്രം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഡിഡക്ഷൻസ് മാത്രം എടുത്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുക.
ഇതുപോലുള്ള റോങ് ക്ലെയിംസിന് പിന്നാലെ പോവാതെ ഇരിക്കുക. ഇതാണ് പ്രത്യേകിച്ച് ഈ റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ്. എല്ലാവർക്കും മൈ സിയ ചാനലിൻ്റെ ഹാപ്പി ഓണം.